ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ജർമ്മനിയെ തകർത്ത ഇക്വഡോർ നോക്കൌട്ട് റൗണ്ടിൽ 1-2 ഗോളുകൾക്കായിരുന്നു ഇക്വഡോറിന്റെ വിജയം. ഗ്രൂപ്പ് ഇ മത്സരത്തിൽ കുറോസോവയെ പരാജയപ്പെടുത്തി നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ഐവറി കോസ്റ്റ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഐവറി കോസ്റ്റിന്റെ ജയം. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് ഇയിലെ മത്സരത്തിൽ ജർമ്മനി ഇക്വഡോറിനെ നേരിട്ടു. ഐവറി കോസ്റ്റ് കുറാസോവയെ നേരിട്ടു. ഇക്വഡോറിനെതിരെ 2-1 ജർമ്മനി പരാജയം ഏറ്റുവാങ്ങി. മറുവശത്ത് ഐവറി കോസ്റ്റ് 2-0 കുറാസോവയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ജർമ്മനി പരാജയപ്പെട്ടിട്ടും ജർമ്മനി തന്നെ ഗ്രൂപ്പ് ഇയിലെ ചാമ്പ്യന്മാരായി റൗണ്ട് ഓഫ് 32ലേക്ക് കടന്നു. 6 പോയിന്റും അതുകൂടാതെ ഗോൾ ഡിഫറൻസും കൊണ്ട് അവർ തന്നെ ഒന്നാമതെത്തി. മറുവശത്ത് ഐവറി കോസ്റ്റ് ഇന്നലത്തെ ജയത്തോടെ 2ാം സ്ഥാനം ഫിനിഷ് ചെയ്ത് ഐവറി കോസ്റ്റും റൗണ്ട് ഓഫ് 32ലേക്ക് ഡയറക്റ്റ് കടന്നു. ഇക്വഡോർ 4 പോയിന്റുള്ള ഇക്വഡോർ 3ാം സ്ഥാനത്തുണ്ട്. അവർക്ക് ഒരു പ്രതീക്ഷയും നിലനിർത്താൻ കഴിഞ്ഞു. കാരണം അവസാനം 8 സ്ഥാനക്കാർക്ക് 8 ടീമുകൾ അവസാനത്തെ 8 ടീമുകൾ റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കും. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന നല്ല 8 ടീമുകൾ റൗണ്ട് ഓഫ് 30ലേക്ക് കടക്കും. അതുകൊണ്ട് ഇക്വഡോറിനും പ്രതീക്ഷകൾ നിലനിർത്താനായി. ജർമ്മനി വേഴ്സസ് ഇക്വഡോർ മത്സരത്തിലേക്ക് വന്നാൽ ഒരു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോളാണ് നമുക്ക് ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ കാണാൻ സാധിച്ചത്. ജർമ്മനി ഇക്വഡോർ മത്സരം അതിൽ എടുത്തു പറയേണ്ടത് ഇക്വഡോറിന്റെ പ്രകടനമാണ്. ജർമ്മനി പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇക്വഡോറിന്റെ മുന്നേറ്റമാണ് നമുക്ക് കൂടുതൽ ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ ശ്രമിച്ചത്. ജർമ്മനിയാണ് ആദ്യ പകുതിയിൽ ആദ്യ ഗോൾ വലകുലിക്കത്ത് 2ാം മിനിറ്റിൽ തന്നെ അവരുടെ ലെറോയ് സാനെ ആദ്യ ഗോൾ നേടി. ലെറോയ് സാനയുടെ ആദ്യ ഗോൾ 2ാം മിനിറ്റിലായിരുന്നു. ഒരു ത്രോയിനിലൂടെ തുടങ്ങിയ തുടക്കം വേഴ്സിന്റെ ഒരു അസിസ്റ്റിലൂടെ ഒരു ലെഫ്റ്റ് ബോക്സിനകത്ത് ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ഷൂട്ടോടുകൂടി ഫിനിഷ് ചെയ്യുകയായിരുന്നു സാനെ. അങ്ങനെ ജർമ്മനി 1-0 മുന്നിലെത്തി. അവർ അടിക്ക് തിരിച്ചടി എന്നോണം 9ാം മിനിറ്റിൽ തന്നെ ബോക്സിന് പുറത്ത് ജർമ്മനിയുടെ ഹാഫിൽ ബോക്സിന് പുറത്ത് അവരുടെ മിഡ്ഫീൽഡിന്റെ ഒരു മുന്നേറ്റം തട്ടിയെടുത്ത പെഡ്രോ വിറ്റെ ഇക്വഡോറിന്റെ പെഡ്രോ വിറ്റെ അങ്കോളക്ക് ഒരു പാസ് നൽകുകയും അങ്കോള ഒരു ബോക്സിന് പുറത്തുനിന്നും തന്നെ ഒരു പവർഫുൾ ഷോട്ടിലൂടെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 9ാം മിനിറ്റിൽ തന്നെ ഒപ്പത്തിനൊപ്പം എത്തി. 1-1 എന്ന നിലയിൽ ഇക്വഡോർ 1 ജർമ്മനി 1 എന്ന നിലയിലെത്തി. പിന്നീട് അങ്ങോട്ട് ആക്രമണങ്ങൾ കൂടുതൽ നടത്തിയത് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ചത് ജർമ്മനി ആണെങ്കിലും ആക്രമണങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് കളിച്ചത് ഇക്വഡോർ ആയിരുന്നു. ആദ്യ പകുതിയിലും ജർമ്മനി കൂടുതൽ ഷോട്ടുകൾ എടുത്തിരുന്നു. ആദ്യ പകുതിയിൽ ഇക്വഡോർ ഷോട്ടുകൾ കുറവായിരുന്നെങ്കിലും ബോക്സിലേക്ക് അവർ കുറെ മുന്നേറ്റങ്ങൾ നടത്തുന്നതായി കണ്ടു. 2ാം പകുതിയിലേക്ക് വന്നാൽ 2ാം പകുതിയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറയാം കൂടുതൽ ആക്രമിച്ച് കളിച്ചത് ഇക്വഡോർ തന്നെ ആയിരുന്നു. ജർമ്മനി പാസിംഗ് ഗെയിം കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇക്വഡോറിന്റെ മുന്നേറ്റമാണ് 2ാം പകുതിയിലും കണ്ടത്. ജർമ്മനി കളിച്ചിരുന്നു. ജർമ്മനി ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തും പാസിംഗ് ഗെയിം ഒക്കെ കളിച്ചിരുന്നു. ഇടയ്ക്ക് ചില മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. എന്നിരുന്നാലും ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇക്വഡോർ തന്നെയായിരുന്നു. മനോഹരമായ ഫുട്ബോളാണ് അവർ കളിച്ചത്. അവരുടെ ഫിസിക്കും എല്ലാം കൊണ്ട് ഒരു നല്ല ഫുട്ബോൾ അവർ കാഴ്ചവെക്കുന്നത് കണ്ടു. അവരുടെ വിങ്ങിലൂടെയുള്ള മുന്നേറ്റം, ചില സോളോ മുന്നേറ്റങ്ങൾ, നല്ല പാസ് കൊടുക്കുന്നത് കണ്ടു. ഇക്വഡോർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഫുട്ബോൾ, അവരുടെ ഒരു പക്വതയാർന്ന ഫുട്ബോൾ ഡിഫൻസീവിലായാലും മിഡ്ഫീൽഡിലും സ്ട്രൈക്കർ ലെവലിലായാലും ഒരു പക്വതയാർന്ന ഫുട്ബോളാണ് ഇക്വഡോർ കാഴ്ചവെച്ചത്. 77ാം മിനിറ്റിൽ പ്ലാറ്റ വിജയ ഗോൾ നേടി. ഗോൾ വന്നത് ഒരു കോർണറിൽ നിന്ന് കെവിൻ റോഡ്രിഗസ്, പകരക്കാരനെ ഇറങ്ങിയ കെവിൻ റോഡ്രിഗസ് ഒരു ഹെഡറിലൂടെ ഗോളിലേക്ക് തിരിച്ചുവിടുകയും അത് മാനുവൽ ന്യൂയറിന്റെ കയ്യിൽ അകപ്പെടുന്നതിന് മുന്നേ പ്ലാറ്റ ഒരു ഫൈനൽ ടച്ച് കൊടുക്കുകയും ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 2-1 വിജയം പ്ലാറ്റ ഇക്വഡോറിന് സമ്മാനിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വിജയിച്ചു ഇക്വഡോർ. 2-1 വിജയിച്ചു. നല്ലൊരു നിരമായി ഇറങ്ങിയ ജർമ്മനിയെ മുന്നേറ്റനിരയിൽ ഹാവേഴ്സ് ഉണ്ടായിരുന്നു, മുസാലി ഉണ്ടായിരുന്നു, റൂദ്രിഗർ പിന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനുവൽ ന്യൂയർ വല കാത്തിട്ടും 2-1 ഇക്വഡോർ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇക്വഡോർ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ മറുവശത്ത് ഐവറി കോസ്റ്റ് 2-0 കുറാസോവയെ പരാജയപ്പെടുത്തത്. ഐവറി കോസ്റ്റിനായി 2 ഗോളുകൾ നേടിയത് അവരുടെ സ്ട്രൈക്കർ 19ാം നമ്പർകാരൻ നിക്കോളസ് പെപ്പയാണ്. 6 മിനിറ്റിലും 64 മിനിറ്റിലായിരുന്നു പെപ്പയുടെ ഗോൾ. അതോടുകൂടി 2-0 ഐവറി കോസ്റ്റ് വിജയിക്കുകയും 2ാം റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്തു. കുറാസാവോ ആകട്ടെ ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയും ചെയ്തു.